നമ്മൾ നിഫ്റ്റിയിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 23,850 കോൾ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ, രാവിലെ നല്ല ഗ്യാപ് ഡൗൺ ആയിട്ട് 2+% മുകളിലേക്ക് നിഫ്റ്റി, അതേപോലെ 3+% മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി നല്ല ഫോളോ ആയിട്ട് ആണല്ലോ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏകദേശം മാർക്കറ്റിൽ നിന്ന് താഴെ നിന്ന് ഒരു ചെറിയൊരു റിക്കവറിക്ക് ശ്രമിക്കുന്ന സമയത്ത് ഒരു 10-24 ക്യാൻഡിലേക്കും നമ്മുടെ ഒരു സപ്പോർട്ട് എടുത്തപ്പോൾ ഒരു ഹാമർ പാറ്റേൺ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. പക്ഷേ എൻട്രി എടുത്ത സെയിം ഏരിയയിൽ നിന്ന് നല്ലൊരു ഫോള് താഴ്ത്തേക്ക് വന്നു. ഇതെന്താ വീഴാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, താഴേക്ക് നല്ല പോലെ ഇന്ന് ഡീക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അപ്പ് സൈഡിലേക്ക് അത്രയും ഡീക്ക് വരുന്നില്ല. അപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല ഡീക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ മെയിൻ ചാർട്ടിൽ വരച്ച പോലെ ആ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് അപ്പ് സൈഡ് പോകാനുള്ള നല്ലൊരു വ്യൂ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നോർമലി ഇടുന്ന പോലെ 15 പോയിന്റ്സിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നും കൂടി താഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ കണ്ടിട്ട് കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ, പക്ഷേ ഇവിടെ ഡീക്ക് വരിക വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്നൊരു അപ്പ് സൈഡിലേക്ക് വ്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ നമ്മൾ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ കറക്റ്റ് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒരു ചെറിയ ഡീക്ക് വന്നിട്ട് നമ്മുടെ എസ്എല്ലിനെ ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് പോകണ്ടെന്നുള്ള വ്യൂവിൽ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് വ്യൂ അപ്പ് സൈഡ് തന്നെയാണ്. കാരണം ഇതെന്ത് ഇത്രയും ഷുവറായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും മാർക്കറ്റ് ഫോളോ ചെയ്തു. ഒരുവിധം സെല്ലേഴ്സ് എല്ലാവരും ആക്ട് ചെയ്യേണ്ടവരെല്ലാം ആക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബയ്യേഴ്സാണ് അവിടെ മെയിനായിട്ട്. അതായത് പൊസിഷൻസ് എക്സിറ്റ് ചെയ്ത് പോകുന്നവരെല്ലാവരും അവിടെ നിന്ന് പോകും. അതുപോലെ ബാക്കിയുള്ള എല്ലാ ചാൻസും നമ്മൾ പറയില്ലേ, ഒരു സാധനത്തിന് നീട്ടി വലിച്ച് മാക്സിമം അത് പോവാനുള്ളൊരു മൂവ് ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ പോവില്ല അത്. അതേപോലെ തന്നെയാണ്. അതിപ്പോൾ എത്രയാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസം പോണേൻ്റെ മൂവ്മെൻറ്റിനെ അനുസരിച്ചിരിക്കും. പക്ഷെ ഇന്നത്തെ വ്യൂവിൽ ഇതെന്തായാലും ഇവിടെ നിന്ന് അപ്സൈഡ് പോകുന്നുള്ള വ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മെയിൻ ചാർട്ട് അതേപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കിയാൽ കാണാം രണ്ട് ക്യാൻഡിൽസും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ മെയിൻ ചാർട്ടിൻ്റെ ക്യാൻഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും അത്രയധികം ഡീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ മുന്നത്തെ ഏതെങ്കിലും ക്യാൻഡിൽസിലേക്ക് നമ്മൾ എൻട്രി എടുത്ത് വെച്ചിട്ട് നമ്മുടെ എസ് ഓൾറെഡി ഹിറ്റ് ആവേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് കൊടുത്ത എസ് ഒന്ന് ചെറുതാക്കി കൂട്ടി വെച്ച കാരണം മാത്രമാണ് നമ്മുടെ എസ് ഇന്ന് ഹിറ്റ് ആവേണ്ടത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം 1:2, 2.5ൻ്റെ അടുത്ത് ഒക്കെയാണ് ടാർഗറ്റ്. പക്ഷേ നല്ലൊരു പ്രീമിയം മൂവ്മെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കൂട്ടിയിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇനി താഴേക്ക് പോയാൽ എന്തായാലും ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം താഴെയുള്ള ആ ഒരു മൊമെൻറ്റും അല്ലെങ്കിൽ കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പ് സൈഡിലേക്കുള്ള ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മൂവ്മെൻറ്റിനനുസരിച്ച് വേണം നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ലോസിനെ മാറ്റി കൊടുക്കാനായിട്ട്. കാരണം പോയ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ എസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് പേര് പല പല എൻട്രീസ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വ്യൂ എന്തായിരുന്നെന്ന് വെച്ചാൽ, നോർമലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യണവരെ യാതൊരു രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ, അതായത് ഇന്ന സൈഡിലേക്ക് പോകുന്ന അതിനൊന്നും ഉണ്ടാവില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്ത് എങ്ങനെയാണോ നിന്നിടുന്നത് അതിന് ശേഷം കുറച്ച് നേരത്ത് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം എങ്ങനെയാണോ നമുക്കിനി മൂവ്മെൻറ്റം അപ്പ് സൈഡിലേക്കാണോ ഡൗൺ സൈഡിലേക്കാണോ കൂടുതൽ കിട്ടാനുള്ള ചാൻസ്. അതേപോലെ പഴയ നമുക്ക് ചാർട്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം ഒരു വലിയൊരു ഫോളിനേഷൻ മൂവ് എവിടേക്കാണ് സാധാരണ വരാറെന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനി മെയിനായിട്ട് വരേണ്ടത് ഇമോഷൻസ് ആണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ സാധാരണ ഒന്നും കൂടി ഒരു ചെറിയൊരു നല്ലൊരു ക്യാൻഡിൽ വന്നതിൻ്റെ ശേഷം താഴേക്ക് വന്നിട്ട് വീണ്ടും അപ്പ് സൈഡ് പോകാനുള്ള നല്ലൊരു ചാൻസ് കാണാനുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചെറിയൊരു പോയിന്റ്സ് കൂടി ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും യൂസാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ടാർഗറ്റ് ഹിറ്റ് ആവുമോ അല്ലേന്ന്.
ഞാൻ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ ടാർഗറ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പ്രീമിയം മൂവി വെച്ചെങ്കിൽ അത് എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പെർഫെക്റ്റ് എൻട്രിയും പെർഫെക്റ്റ് എക്സിറ്റ് ഇന്നത്തെ. DK കാരണം മാത്രമാണ് നമ്മുടെ ആ ഒരു ഓൾമോസ്റ്റ് 1 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം പോയിന്റ്സ് എല്ലാം കവർ ചെയ്തു ഇന്നത്തെ. ഇനിയിപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോയാലും ചിലപ്പോൾ കുറച്ച് നേരം കൂടി പോയിട്ട് ഡേ ഹൈ ഒക്കെ എടുത്തതിന് ശേഷം താഴേക്ക് വളരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഡേ ഹൈ എടുത്തതിന് ശേഷം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ഹാഫ് അല്ലെങ്കിൽ എത്രയാണൊന്ന് വീണത് അതിൻ്റെ ഒരു 3/1 വയ്ക്കും. ഒരു ഭാഗയ്ക്കും മൂന്നിലൊരു ഭാഗയ്ക്കും റിവേഴ്സിൽ കയറാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ്. ഓക്കെ, താങ്ക് യു.